മറിയ പരിശുദ്ധയാണോ? അതായത് കന്യക മറിയമെന്ന് ധാരാളം ആൾക്കാർ വിളിക്കുന്ന ആ സ്ത്രീ, അതായത് ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന് ഭൂമിയിൽ ജാതനാകുവാൻ ദൈവം തിരഞ്ഞെടുത്തൊരു സ്ത്രീ. ആ സ്ത്രീ അമലോത്ഭവയാണോ, പരിശുദ്ധയാണോ, അതുപോലെ ആരാധനയ്ക്ക് യോഗ്യയാണോ, മറിയയെ വണങ്ങുന്നത് ശരിയാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആൾക്കാർ വിശുദ്ധ ബൈബിളിൻ്റെ പ്രമേയം ഉൾക്കൊള്ളാതെ ആരൊക്കെയോ പറഞ്ഞത് കേട്ട് മറിയ ആരാധ്യയാണെന്നും വണക്കത്തിന് യോഗ്യയാണെന്നും ഒക്കെ കരുതി അറിഞ്ഞോ അറിയാതെയോ ആരാധന കൊടുത്തു പോവുകയാണ്. ഇത് വലിയ പ്രതിബന്ധങ്ങളാണ് ആത്മീക സംവിധാനത്തിൽ അവരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ അനുവാചകർക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം. മറിയ വണക്കം അനുവദനീയമോ എന്ന ഒരു തലക്കെട്ടിൽ ഞാൻ 3 എപ്പിസോഡുകൾ നടത്തിയിരുന്നു. ഇന്നത്തേത് അതിൻ്റെ 4ാമത്തെ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് മറിയയുടെ കുറേ പേരുകളാണ്. അപ്പോൾ മറിയയുടെ കുറേ സ്ഥാനീയ പേരുകൾ, മറിയ പോലും അറിഞ്ഞിട്ടില്ലാത്ത കുറേ സ്ഥാനീയ പേരുകൾ വിളിച്ചു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ്ട് 15 പേരുകൾ, അതിൻ്റെ കാര്യങ്ങളുമൊക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഇന്നതിൻ്റെ ബാക്കിയുള്ള പേരുകളാണ് പറയുന്നത്. മറ്റൊരു പേരാണ് മറിയയുടേത്, അതായത് ദുരിതം അനുഭവിക്കുന്നവരുടെ ആശ്വാസക, കംഫോർട്ടർ ഓഫ് ദി ഒപ്രസ്ഡ്. അപ്പോൾ ദുരിതം അനുഭവിക്കുന്നവരുടെ ആശ്വാസക അല്ലെങ്കിൽ കംഫോർട്ടർ എന്നൊക്കെ പറയുമ്പോൾ മറിയ ഒരു അമാനുഷികയാണ്, അല്ലെങ്കിൽ അതിമാനുഷികയാണ്, പ്രകൃതിക്ക് അതീതയാണ്, സൂപ്പർ നാച്ചുറൽ പവറാണ് എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാനതാ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, മറിയ ഇത് അംഗീകരിക്കില്ല. 2, ലോകരക്ഷിതാവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ രക്ഷകന് കർത്താവുമായ യേശു ക്രിസ്തു ഇത് അംഗീകരിക്കില്ല. അപ്പോൾ പിന്നെ കുറേ പേരുകൾ മറിയ അറിയാത്തതോ മറിയയ്ക്ക് ചെയ്യുവാൻ കഴിവില്ലാത്തതോ ആയ കുറേ കാര്യങ്ങൾ മറിയയുടെ പേരിൽ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് മറിയയ്ക്ക് അത് പ്രയോജനപ്പെടുക, അല്ലെങ്കിൽ മറിയയുമായിട്ട് അതെങ്ങനെയാണ് ബന്ധപ്പെടുക? അപ്പോൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് മുഴുവൻ ആശ്വാസം കൊടുക്കുവാൻ കഴിയുന്ന മറിയയ്ക്കാണെങ്കിൽ പിന്നെ യേശുക്രിസ്തുവിന്റെ സ്ഥാനം എന്താണ്? സഹരക്ഷകയല്ല യേശുക്രിസ്തുവിനോടൊപ്പം മറിയയെന്നും, അതുപോലെ സഹമധ്യസ്ഥയല്ല എന്നുമൊക്കെ ലിയോ 14 മാർപ്പാപ്പ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് നമ്മൾ കേൾക്കുകയും അതിനോട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയൊക്കെ ചെയ്യുകയാണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന കുറേ എപ്പിസോഡുകൾ ചെയ്യുന്നത്. ഇനി മറ്റൊരു പേരാണ് മാലാഖമാരുടെ രാജ്ഞി, ക്യൂൻ ഓഫ് ഏഞ്ചൽസ്. അപ്പോൾ എവിടം വരെയാണ് പൊക്കിക്കൊണ്ട് പോകുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ മാലാഖമാരുടെ രാജ്ഞിയാണ്, അല്ലെങ്കിൽ ദൂതന്മാരുടെ രാജ്ഞിയാണ് എന്നൊക്കെ പറയുമ്പോൾ മറിയയ്ക്ക് ദൈവപദവി കൊടുക്കുകയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ലിയോ 14 മാർപ്പാപ്പയുടെ ആ ഡിക്കാസ്ട്രിയുടെ പ്രഖ്യാപനം നടന്നതിന് ശേഷവും ഈ പറയുന്ന വിളികൾക്കും അതുപോലെ ഈ പതിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥാനപ്പേരുകൾക്കും ഒന്നും വ്യത്യാസം വരുത്താതെ ഇങ്ങനെ ആൾക്കാർ പറയുകയും മറിയയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ അണയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഞാനതാണ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്, ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് ഈ വിധമായ മധ്യസ്ഥയല്ലെന്നുള്ള രീതിയിൽ ജനങ്ങൾ അംഗീകരിക്കുമോ? കാര്യം നൂറ്റാണ്ടുകളായിട്ട് അതാണല്ലോ പലരും ആചരിച്ചു പോരുന്നത്. അത് ഒരു ദിവസത്തെ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രഖ്യാപനം കൊണ്ട് ആൾക്കാർ മാറ്റുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ സത്യം നിങ്ങൾ അറിയണം എന്നുള്ളതാണ്. അല്ലാതെ ചിലരെ കളിയാക്കുകയോ ചില സമൂഹങ്ങളെ ഇകഴ്ത്തുകയോ ചെയ്യുവാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനത്തെ കുറെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ മറിയ പോലും അറിയാത്ത കാര്യമാണ് മാലാഖമാരുടെ രാജ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് മാലാഖമാർ? സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ ദൂതന്മാർ സ്വർഗത്തിലാണ്, ദൈവത്തിന് സേവ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ രാജ്ഞി എന്ന് പറയുമ്പോൾ, ക്യൂനാണെന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ വലിയ ഒരു സംവിധാനം മറിയയ്ക്കുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അത് ശരിയാണോ? ഇനി മറ്റൊരു പേരാണ് എല്ലാ വിശുദ്ധരുടെയും രാജ്ഞി, ക്യൂൻ ഓഫ് ഓൾ സെയിൻസ്. അപ്പോൾ എല്ലാം കൂടെ ഈ മറിയയ്ക്കങ്ങ് കൊടുത്തിരിക്കുകയാണ്. എല്ലാ വിശുദ്ധരുടെയും രാജ്ഞിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, അപ്പോൾ ഈ വിശുദ്ധർക്കെല്ലാം മറിയയുമായിട്ടാണോ കണക്ഷൻ ഉള്ളത്? യേശുവുമായിട്ടല്ലേ ബന്ധമുള്ളത്? മറിയയാണോ ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്? വിശുദ്ധ പദവിയിലേക്ക് മറിയയാണോ ഇവരെയൊക്കെ കൊണ്ടുചെല്ലുന്നത്? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം,
ഈ വിശുദ്ധന്മാരോ എന്ന് പറഞ്ഞാൽ ഇവിടെ വിശുദ്ധന്മാരെന്നോ വാഴ്ത്തപ്പെടുന്നവെന്നോ കൗൺസിൽ കൂടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പലരും മണ്ടത്തരം ആരാധന നടത്തുന്ന അവരുടെ കാര്യമല്ല പറഞ്ഞത്. ദൈവം അംഗീകരിച്ച വിശുദ്ധന്മാർ അതുണ്ട്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞ വിശുദ്ധ തസ്തിക എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടൊന്നുമില്ല. വിശുദ്ധ ബൈബിളിൽ വായിക്കുന്ന ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരെന്നാണ്. അപ്പോൾ അല്ലാതെ ഇന്ന ഒരു തസ്തികയുള്ള വരണമെന്നോ കുറച്ചു പേരുടെ മുമ്പിൽ പേരുണ്ടേണ്ടത് വിശുദ്ധൻ എന്ന് എഴുതി വെക്കണമെന്നോ വാഴ്ത്തപ്പെട്ടവരായിട്ടോ വിശുദ്ധരായിട്ടോ ഏതെങ്കിലും ഒരു കൗൺസിൽ കൂടി പ്രഖ്യാപനം നടത്തണമെന്നൊന്നുമല്ല പറയുന്നത്. ദൈവം അംഗീകരിക്കുന്ന, അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധർ. മറ്റേതൊക്കെ ആൾക്കാരുടെ കുറെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ നടപടികൾ കൊണ്ടോ നടത്തുന്ന വിശുദ്ധ പ്രഖ്യാപനങ്ങളാണ്. അതൊന്നും ദൈവം അംഗീകരിക്കില്ല. എന്നെ കേൾക്കുന്നതോടെ ഞാൻ പറയാം, നമ്മൾ എന്തെങ്കിലും ഒന്ന് ദൈവത്തെ സമ്മതിപ്പിക്കാൻ ചെയ്താൽ ദൈവം അത് അംഗീകരിച്ച് അടിയിൽ ഒപ്പിടാൻ വേണ്ടിയിരിക്കുന്ന ആളല്ല എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ഇനി മറ്റൊരു പേര് അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്യപ്പെട്ട രാജ്ഞിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 1950 മറിയ സ്വർഗാരോഹിതയാണെന്ന് പഠിപ്പിക്കൽ തുടങ്ങിയത് അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയത്. അതിൻ്റെ 75ാമത്തെ വാർഷികം നടക്കുന്ന 2025 നവംബർ മാസം 1-ാം തീയതി ആണ് ഈ പറയുന്ന ഡിക്കാസ്ട്രിയുടെ അല്ലെങ്കിൽ അവരുടെ തിരുസംഘം എന്ന കത്തോലിക്കർ വിളിക്കുന്ന ആ സംഘത്തിന്റെ പ്രഖ്യാപനം ലിയോ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വർഗാരോഹണം ചെയ്യപ്പെട്ട രാജ്ഞി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ശരീരത്തോടുകൂടി മറിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് കൃത്രിപ്പുകാരുണ്ടാക്കിയിരിക്കുന്ന കഥ. വിശുദ്ധ ബൈബിൾ അത് അംഗീകരിക്കുന്നില്ല. 1-ാം നൂറ്റാണ്ടിലെ സഭ അത് അംഗീകരിച്ചിട്ടില്ല. കാര്യം മറിയെ കണ്ടവരാണ്. രണ്ടാമത്തേത് യേശു അംഗീകരിച്ചിട്ടില്ല. മറ്റൊരു കാര്യമാണ് അപ്പോസ്തലന്മാർ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ വിശുദ്ധ തിരുവഴുത്തിലൊന്നും അതില്ല. അപ്പോൾ ഇതെല്ലാം കുറെ കെട്ടുകഥകളും കുറെ ആൾക്കാരുടെ സങ്കല്പ ചിന്തകളുമാണ്. അതിനെല്ലാം വിശുദ്ധ ബൈബിൾ പുറകെ ചെല്ലുകയില്ല. രക്ഷകനായ യേശു ക്രിസ്തു അത് അംഗീകരിക്കില്ല. ദൈവിക തൃത്വം അത് അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെ അംഗീകരിക്കാത്തൊരു കാര്യം നാം അത് പ്രഖ്യാപിച്ചാൽ അതെങ്ങനെയാണ് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്? ഒന്നുകൂടി പറഞ്ഞാൽ ക്രിസ്തീയതയുടെ ഭാഗമായിട്ട് അങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ മറിയ സ്വർഗത്തിലേക്ക് ഉടലോടെടുക്കപ്പെട്ടു എന്ന കഥ പ്രചരിക്കുന്നുണ്ട്. അതിൽ ആയാറിൽ വെച്ച് യേശു മറിയയെ സ്വീകരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ആ സമയത്ത് മറിയയുടെ ഇടക്കെട്ട് അഴിച്ച് ഇട്ടെന്നോ അല്ലെങ്കിൽ ഊരി താഴെ വീണെന്നോ ആരാണ്ടറ കയ്യിൽ കിട്ടിയെന്നോ അങ്ങനെയുള്ള ആ തുണിക്കഷ്ണം പലയിടത്തുമൊക്കെ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന കഥയ്ക്ക് അല്ലെങ്കിൽ ഈ കെട്ടുകഥയ്ക്ക് എവിടെയാണ് വിശുദ്ധ തിരുവഴുത്തിൽ അടിസ്ഥാനമുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കുറെ പാരമ്പര്യമെന്നും പറഞ്ഞുകൊണ്ട് കുറെ കഥകൾ ഉണ്ടാക്കി മറിയെ സ്വർഗത്തിൽ കൊണ്ടുപോയി. മറിയ പോലും അറിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവൾ യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നവളാണ്. ആ കാത്തിരുന്ന മറിയ കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ ഉയർക്കുമെന്നുള്ള സത്യമാണ്. വിശുദ്ധന്മാരുടെ ഉയർപ്പിന്റെ കൂടെ മറിയയും ഉയർക്കുമെന്നുള്ള സത്യമാണ്. അപ്പോൾ ആ സത്യം നമ്മൾ ഇകഴ്ത്തി വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വിശുദ്ധ ബൈബിളിന്റെ ചിന്തയ്ക്കും ഉപദേശത്തിനും എതിരാണ് എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ഇനി മറ്റൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ പേരാണ് വിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ക്വീൻ ഓഫ് മോസ്റ്റ് ഹോളി റോസറി എന്ന് പറയുന്നു. അപ്പോൾ ജപമാലയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാം, അവസരം കിട്ടിയാൽ. അപ്പോൾ വിശുദ്ധ ജപമാലയുടെ രാജ്ഞിയാണ്. അപ്പോൾ മറിയയാണ് പലയിടത്തും കൊണ്ടുപോയി ഈ ജപമാല കൊടുക്കുന്നെന്നും പറഞ്ഞുകൊണ്ടുള്ള കഥകളൊക്കെ ഉണ്ട്. പാലക്കാട്ടുമൊക്കെ അങ്ങനെ മറിയ പ്രത്യക്ഷപ്പെട്ടെന്നും അതുപോലെ ജപമാല കൊടുത്തെന്നും ആ ജപമാല അത് ആ ഇരിക്കുന്ന മുറിയും അതുപോലെ ആ വീട് മുഴുവൻ അതിന്റെ മണം കൊണ്ട് നിറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഞാനിപ്പോൾ വിസ്തര ഭയത്താൽ മാസികയുടെ പേരുമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ മാസികയിൽ പ്രിന്റ് ചെയ്ത് വന്ന കാര്യം ഞാനത് കണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ജപമാല കൊടുക്കാൻ വേണ്ടി പലർക്കും കൊടുക്കാൻ അല്ലെങ്കിൽ റോസറി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥനാ പ്രയർ ചെയിൻ കൊടുക്കാൻ വേണ്ടി ഒക്കെ മറിയ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അതിന്റെ രാജ്ഞിയാണ് മറിയ. മറിയ ഇത് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് രസം. 2, മറിയ ജപമാല ഉപയോഗിച്ചിരുന്നോ? റോസറി മറിയയ്ക്കുണ്ടായിരുന്നോ? ഇനി മറ്റൊരു കാര്യം, റോസറി വെച്ച് പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ജപമാല വെച്ച് പ്രാർത്ഥിക്കുവാനും വേണ്ടി വിശുദ്ധ ബൈബിളിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ അപ്പോസ്തലന്മാർ നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇനി മറ്റൊരെണ്ണമാണ് കെട്ടുകൾ അഴിക്കുന്നവൾ, അൺബൈൻഡർ എന്ന് പറയുന്ന ഒരു പേര്. എല്ലാ കെട്ടുമഴിക്കുന്നതാണ് മറിയ. അപ്പൊ പിന്നെ യേശുവിനെ ആവശ്യമില്ലല്ലോ.
മറിയക്കല്ലേ സകല അധികാരവുമുള്ളത്. എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും എല്ലാ ബൈൻസുകളും അഴിക്കുവാൻ കഴിയുന്ന ഒരു സ്ത്രീ രത്നം എന്ന പേരിൽ മറിയ ഉണ്ടെങ്കിൽ പിന്നെ യേശുവിന് എന്താണ് പ്രത്യേകത? യേശു എന്താ അവിടുത്തെ തൂപ്പുകാരനോ കുശിനിക്കാരനോ വല്ലോ ആണോ? അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള മറിയ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തതായിട്ട് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ മറിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. എന്ന് അത്ഭുതം ഒന്നും ചെയ്തതായിട്ട് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രഖ്യാപനത്തിൽ ഇതില്ല. ഇനിയും അപ്പോസ്തല പ്രവൃത്തികൾ അതില്ല. അതുപോലെ ഉപദേശങ്ങൾ വിവരണം നന്നായിട്ട് സഭയോട് കൊടുക്കുന്ന പുതിയ നിയമത്തിലെ ലേഖനങ്ങളില്ല. അപ്പോൾ പിന്നെ എവിടുന്നാണ് ഈ പറഞ്ഞ ബന്ധനമഴിക്കുന്നവളായിട്ട് ഈ മറിയ മാറിയത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരു പേരാണ്, എല്ലാത്തിനും വലിയ വിവരണമൊന്നും ഞാൻ കൊടുക്കുന്നില്ല, കടലിന്റെ നക്ഷത്രം, സ്റ്റാർ ഓഫ് ദ സീ അല്ലെങ്കിൽ സ്റ്റെല്ല മാരീസ് എന്ന് പറയുന്ന പേര്. എന്ന് പറഞ്ഞാൽ ഇത് സാധാരണയായിട്ട് സ്റ്റെല്ല മാരീസ് ഒക്കെ സാധാരണ ഉപയോഗിക്കുന്നത് ഈ നമ്മളുടെ കേരളത്തിന്റെ തെക്കൻ ഭാഗത്തേക്ക് ചെല്ലുന്ന അവിടെ, അതുപോലെ മധ്യഭാഗത്ത് ഒക്കെയുള്ള കടൽ തീരങ്ങളിലൊക്കെയുള്ള കാത്തലിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സ്റ്റെല്ല മേരീസ് ഉപയോഗിക്കുന്നത്. അത് ചിലയിടത്ത് ഇങ്ങേ ഭാഗത്തേക്ക് ഒക്കെ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കടലിലെ നക്ഷത്രം, അവരിൽ പലരും മീൻ പിടിക്കാൻ പോകുന്നവരാണ്. അതുകൊണ്ട് അവർക്കൊരു വിടുതലായിട്ടോ അല്ലെങ്കിൽ അവർക്ക് മാർഗരേഖ കൊടുക്കുവാനോ എന്നൊക്കെ പറഞ്ഞ് അവർ തീരുമാനിച്ച കാര്യം, അല്ലാതെ മറിയയ്ക്ക് ഈ കടലിന്മേൽ അധികാരമൊന്നുമില്ല. ഇനി വേറൊരു രസകരമായ പേരാണ് ഏറ്റവും ദുഃഖിതയായ അമ്മ, അവർ ലേഡി ഓഫ് സോറോസ്. എന്തിനാണ് ഏറ്റവും ദുഃഖിതയായ അമ്മ? അപ്പോൾ അത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ചുള്ള സംവിധാനമാകാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനത്തെ ഒരു പേരൊന്നും അറിയിക്കില്ല. ശിമ്യോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ലൂക്കോസ് സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ആദ്യജാതനെ ദൈവത്തിന് സമർപ്പിക്കാൻ എന്നുള്ള രീതിയിൽ യെരൂശലേം ദേവാലയത്തെ കൊണ്ടുവന്നപ്പോൾ യെരൂശലേമിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ശിമ്യോൻ എന്ന് പറഞ്ഞൊരു വൃദ്ധൻ, അദ്ദേഹം വന്ന് യേശുവിനെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നിട്ട് അവർ ഇപ്പോൾ നാഥ തിരുവചനം പോലെ എന്നെ വിട്ടയക്കുമാറാക്കണമെന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗമൊക്കെ ഇവിടെയുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞൊരു മറിയോട് പറഞ്ഞത്, നിന്റെ ഉള്ളിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യം യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വരെയാണ്. അതായത് മറിയ ദൈവമാതാവല്ല, ക്രിസ്തു മാതാവാണ്. അപ്പം മാനുഷ്യ രീതിയിൽ മറിയുടെ മകനാണ് യേശു. അതുകൊണ്ട് ഒരമ്മയും തൻ്റെ മകൻ ദുഃഖിക്കുന്നതോ വേദനിക്കുന്നതോ ഒന്നും കാണാൻ ഇഷ്ടപ്പെടുന്നവരില്ല. അത് ഒരു അമ്മയുടെ ഹൃദയം അല്ലെങ്കിൽ മാതൃഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ മറിയ ദുഃഖിച്ചു എന്നല്ലാതെ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്ന കാര്യം, യേശുവിന്റെ ഉയർപ്പ് നടന്നിട്ടും ഇപ്പോഴും മറിയ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ മറിയയ്ക്ക് ദുഃഖമേ ഉള്ളോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം കുറച്ചുപേര് കണ്ടുപിടിച്ച് അവരുടെ വ്യാഖ്യാനത്തിൽ ഉണ്ടാക്കിയ കെട്ടുകഥകളാണ്. അതൊന്നും എൻ്റെ കേൾവിക്കാരെ ദയവായിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ഇനി മറ്റ് ഒരെണ്ണമാണ് 3 തവണ പ്രശംസിക്കപ്പെട്ടവൾ. ഫാദർ കെന്നച്ചിന്റെ അഭിപ്രായത്തിൽ മേരി 3 തവണ പ്രശംസനീയയാണ്. കാരണം അവൾ ദൈവത്തിന്റെ അമ്മയും ക്രിസ്തുവിന്റെ അമ്മയും എല്ലാ മനുഷ്യരുടെയും അമ്മയാണ്. നിങ്ങൾ പറ, എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? അവൾ ദൈവത്തിന്റെ അമ്മയാണ്. ഞാൻ ദൈവത്തിന്റെ അമ്മയല്ലെന്ന് അവൾ നേരത്തെ പറഞ്ഞതാണ്. ദൈവത്തിന് അമ്മയുണ്ട്, പിന്നെ ആ അമ്മയല്ലേ ഏറ്റവും വലിയത്, പരമദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ അമ്മയും ക്രിസ്തുവിന്റെ അമ്മയും എല്ലാ മനുഷ്യരുടെയും അമ്മയാണ്. നിങ്ങൾ പറ, ഇത് ഹിന്ദുയിസത്തിന്റെ വിഭാഗത്തിൽ പറയുന്ന നിങ്ങൾക്ക് ശാക്തമതം അറിയാമായിരിക്കാം, അതുപോലെ ശൈവമതം അറിയാമായിരിക്കാം, വൈഷ്ണവമതം അറിയാമായിരിക്കാം. ശാക്തമതം എന്ന് പറയുന്നത് അത് മാതാശക്തിയെ കുറിച്ച് പറയുന്നതാണ്. അല്ലെങ്കിൽ കാളി അല്ലെങ്കിൽ ധൂമാവതി, താര, രംഭ, തിലോത്തമ, ഇങ്ങനെ ധാരാളം പേരുകളുണ്ട് കാളിക്ക്. ആ പറയുന്ന കാളിയെ വിളിക്കുന്ന ജനനി എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരുമാണല്ലോ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ ആളാണ് ഈ പറയുന്ന ആൾ. അപ്പോൾ അങ്ങനെയാണ് ജനനി എന്ന പേര് വിളിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ പറയുന്നത് സർവ്വ മനുഷ്യരുടെയും അമ്മയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറ, ഇതെന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്? ഒരു സാധാരണ സ്ത്രീ യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അവതാരം ചെയ്യുവാനും വേണ്ടി, അല്ലെങ്കിൽ ലോകരക്ഷകന് ഭൂമിയിൽ അവതാരം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു പാത്രം. നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ മറിയയോട് ദൂതനമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അത് കേട്ടപ്പോൾ ഞെട്ടി അപ്പോൾ എന്തായാലും അവൾ പറഞ്ഞു, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ശരിയായിട്ട് അത് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യേണ്ടത് നിനക്ക് ദൈവത്തിന്റെ ഫേവർ ലഭിച്ചു.
ദൈവത്തിന് നിന്നോട് കരുണയുണ്ടായി, അല്ലെങ്കിൽ താല്പര്യമുണ്ടായി, സ്നേഹമുണ്ടായി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടി നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത ഈ മറിയ സകല മനുഷ്യരുടെയും അമ്മയാണെന്നൊക്കെ പറഞ്ഞു പിടിപ്പിച്ചാൽ നിങ്ങൾ പറ, ഇത് ആകെപ്പാടെ ഒരു ഭ്രാന്തിലേക്ക് നീങ്ങുന്ന രീതിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മൾക്ക് ഇഷ്ടമുള്ള പേരുകളെല്ലാം കൂടെ എഴുതി കൊടുത്ത് ഇതൊക്കെ മറിയെ വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിന് എഴുതി കൊടുത്തിട്ട് ദൈവം അതിനെ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറെ തീരുമാനങ്ങൾ എടുത്ത് പറയുന്ന അംഗീകരിക്കാനിരിക്കുന്ന ഒരാളല്ല ദൈവം എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഇനിയും ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിനും ദൈവത്തിന്റെ പദ്ധതിക്കും വിശുദ്ധ ബൈബിളിന്റെ പ്രമേയത്തിനും എതിരാണ്. അപ്പൊ വിശുദ്ധ ബൈബിളിന്റെ പ്രമേയത്തിനെതിരാണെങ്കിൽ അത് ദൈവം അംഗീകരിക്കില്ല. ഇനിയും 25ാമത്തെ ഒരു പേര് നിത്യസഹായ മാതാവ്, മദർ ഓഫ് പെർപെച്വൽ ഹെൽപ്പ്. അപ്പോൾ മൊത്തം സഹായിക്കാണ്ടിരിക്കുക, എന്നും സഹായിക്കാൻ, നിത്യസഹായ മാതാവാണ്, എന്നും സഹായിക്കാണ്ടിരിക്കുകയാണ്. അപ്പൊ മറിയ എപ്പോഴും ജീവിച്ചിരിക്കുകയാണോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കെട്ടുകഥകൾ അനുസരിച്ച് മറിയ സ്വർഗത്തിൽ പോയെന്നൊക്കെയാണ് പറയുന്നത്. അത് ബൈബിൾ അംഗീകരിക്കുന്ന കാര്യമല്ല, അപ്പോൾ യേശു അംഗീകരിക്കുന്ന കാര്യമല്ല. അപ്പോൾ മറിയ ഇപ്പോഴും നിത്യസഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് അപ്പൊ മറിയുടെ പദവി എന്ന് പറഞ്ഞ്, യേശുവിനെക്കാളും മുകളിലാണോ? പിതാവാം ദൈവത്തെക്കാളും മുകളിലാണോ? അപ്പോൾ മനസ്സിലാക്കണം, ഇങ്ങനെ മറിയെ നിത്യസഹായ മാതാവായിട്ട് അങ്ങനെയൊക്കെ പാട്ടുകൾ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വിശ്വസിച്ച് ആ പാട്ടുകളും ഒക്കെ കേൾക്കുമ്പം ആൾക്കാർ സത്യമാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ കേൾവിക്കാരോട് ഞാനിത് പറയുന്നത് കേട്ട് നിങ്ങൾ ആരും വിഷമിക്കാതെ വിശുദ്ധ ബൈബിൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് നിങ്ങളൊന്ന് വന്ന് വിശദമായിട്ടൊന്ന് പഠിക്കുക. അവിടെ ഈ പറയുന്ന എന്തെങ്കിലും തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഇനി 26ാമത്തെ പേരാണ് പാപികളുടെ അഭയം, റെഫ്യൂജ് ഓഫ് സിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? പാപം കൂടാതെ ജനിച്ചവളാന്നല്ലേ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അമലോത്ഭവിയാന്നല്ലേ പഠിപ്പിക്കുന്നത്. അമലോത്ഭവിക്ക് വേണ്ടിയാണ് 8 നോമ്പ് എടുക്കുന്നതൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഈ പറയുന്ന പാപികളുടെ അഭയമാണ് മറിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെ ഒരു ബന്ധമില്ലല്ലോ. യേശുവിനെ കുറിച്ചല്ലേ പറയുന്നത്? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ കൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്ന് യോസെഫിന് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷീഭവിച്ച് അദ്ദേഹത്തോട് പറയുന്ന ഭാഗം മത്തായി 1-ാമത്തെ അധ്യായത്തിലുണ്ട്. അപ്പൊ പിന്നെ യേശുവിന് എന്താ റോൾ? അവള് എല്ലാ പാപികളുടെയും രക്ഷകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരുടെയും അഭയമാണെങ്കിൽ, പിന്നെ യേശുവിന് എന്താ പ്രാധാന്യം? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ ഇകഴ്ത്തുകയും മറിയെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കൃത്രിമ പരിപാടിയല്ലേ എന്ന് പറഞ്ഞാൽ, ആരാധന വാങ്ങുവാൻ നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ യോഗ്യനായ യേശു ക്രിസ്തുവിന് ആരാധന പോകാതെ, യേശുവിന് മഹത്വം പോകാതെ, അത് മറ്റൊരു വഴിയിലേക്ക് ആ മഹത്വത്തെ തെറ്റായി വ്യാഖ്യാനിക്കുവാൻ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വല്ലാത്ത പാഷണ്ഡ ഉപദേശമല്ലേ ഇത്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് തുറക്കണം, നിങ്ങൾ വിശുദ്ധ ബൈബിളിന്റെ പ്രമേയം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരെണ്ണം നിത്യകന്യക, എവർ വിർജിൻ, കന്യകാമറിയം എന്നൊക്കെ പറയുന്നതാണ്. അത് ഞാൻ അല്പം വേണമെങ്കിൽ വിശദമായിട്ട് പറയാം. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ യെശയ്യാ പ്രവചനത്തിലെ 7-ാമത്തെ അധ്യായത്തിന്റെ ആ പ്രവചനം ഉദ്ധരിക്കുന്നത് മത്തായി 1-ാം അധ്യായത്തിലാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കന്യക ഗർഭിണിയായി. ഇനി ലൂക്കോസിലും കന്യകയായിരിക്കുന്ന ഈ മറിയോട് വന്ന് ദൂതൻ പറയുമ്പോഴാണ് അവളുടെ മറുചോദ്യമാണ്, പുരുഷനെ അറിയാകിയാൽ അല്ലെങ്കിൽ പുരുഷനുമായിട്ട് ബന്ധപ്പെടാതെ ഞാൻ എങ്ങനെയാണ് ഗർഭവതിയാകുന്നത്? അത് അസാധ്യമായ കാര്യമാണ്. പക്ഷേ മറിയയ്ക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു, ഇതാ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പെൺകുട്ടി, അവൾ കന്യകയാവട്ടെ, ആ കന്യക ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ പിന്നെ കന്യകാത്വത്തിൽ തുടരുമോ? വിർജിനിറ്റിയിൽ തുടരുകയില്ലല്ലോ. അപ്പൊ അത്രയും പോലും മനസ്സിലാക്കുവാനുള്ള സുബോധം ആൾക്കാർക്കില്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വായിക്കുന്നു മലയാളത്തിൽ ബൈബിളിൽ, അവനെ അല്ലെങ്കിൽ യേശുവിനെ പ്രസവിക്കും വരെ ജോസഫ് അവളെ പരിഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ മറിയെ പരിഗ്രഹിച്ചില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്നാണെന്നറിയാമോ എന്ന് പറഞ്ഞ് ശരിയായിട്ട് എന്തൊരു സാധാ മലയാളത്തിൽ പറയാം, മനസ്സിലാവുന്ന ഭാഷയിൽ. ഇത് ഓൾഡ് മലയാളമാണ്. മറിയ യേശുവിന് ജന്മം നൽകുന്ന അല്ലെങ്കിൽ യേശുവിനെ പ്രസവിക്കുന്നിടം വരെ ജോസഫ് എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് അവളുമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെന്നാണ്. മറിയയുടെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട് മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. യാക്കോബ്, യോസെ, യൂദ, ശീമോൻ. ഇനിയും സഹോദരികൾ എന്ന് പറഞ്ഞപ്പോൾ കുറഞ്ഞ പക്ഷം 2 പേരെ കൂട്ടിക്കോ. അപ്പോൾ
യേശുവിന്റെ ഇളയത്തങ്ങളായിട്ട് മറിയയുടെ മക്കളായിട്ട് കുറഞ്ഞ പക്ഷം ഒരു 6 പേരെങ്കിലും ഉണ്ട്. അപ്പൊ പിന്നെ ഇത് മറിയ പ്രസവിച്ചില്ലെന്ന് പറഞ്ഞ പിന്നെ എന്നെ കർണനെ ചെവി കൂടെ വലിച്ചെടുത്തെന്ന് പറഞ്ഞിട്ടാണോ? ഇനിയും ഇതിനെക്കുറിച്ച് ഞാൻ ആരെയും കളിയാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് പേര് ഞാൻ പറയുന്നില്ല, പേരൊക്കെ പറയാൻ എനിക്കറിയാം. ഒരു കാത്തലിക്കിലെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പെന്തക്കോസുകാർ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അല്പം വൃത്തികേടും കൂടെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു പുരോഹിതന് പറയുവാൻ കഴിയാത്ത ചില വാക്കുകൂടെ പറഞ്ഞിട്ട് ആണ് അദ്ദേഹം പറഞ്ഞത്. ഇത് യോസെ എന്ന് പറയുന്നത് മറിയയുടെ സഹോദരിയുടെ മകൻ, അതിന് യോസയുടെ അമ്മയെന്നുണ്ടല്ലോ. നിങ്ങൾ മർത്തായി സുവിശേഷമൊക്കെ അവസാന അധ്യായങ്ങളിലേക്ക് വന്നാൽ കാണാം യോസയുടെ അമ്മ മറിയ. അപ്പൊ എന്റെ ചോദ്യം, ഈ ഒരു വീട്ടിലുണ്ടാകുന്ന എല്ലാ പെൺപിള്ളാരുടെയും പേര് മറിയ എന്നാണ്. മറിയ നമ്പർ 1, മറിയ നമ്പർ 2, മറിയ നമ്പർ 3, അങ്ങനെയാണ് പേരിടുന്നത്. മറിയ എന്നല്ലാതെ പേരാർക്കും ഇടത്തില്ലേ. മറിയ എന്നുള്ള അന്ന് കോമൺ നെയിമാണ് അവിടുത്തെ. പക്ഷെ ഒരു വീട്ടിലുണ്ടാകുന്ന എല്ലാ പിള്ളേർക്കും മറിയ എന്നിടുമോ? അത്രയെങ്കിലും മനസ്സിലാക്കാനുള്ള വിവരമുണ്ടാകണ്ടേ? എന്ന് പറഞ്ഞാൽ മറിയയ്ക്ക് ഈ ഒരു ദ്വിതീയ കന്യകാത്വം റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമമാണ് നടത്തുന്നത്. ഇനി അങ്ങനെ നിത്യ കന്യകാത്വം ഉണ്ടാക്കി കൊടുത്താൽ തന്നെ ജോസഫിന്റെ വകയിൽ ഒരു മകനോ മകളോ അവളുടെ ഉദരത്തിൽ പിന്നീട് പേറാതെ ഇരുന്നാലും ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ, മെഡിക്കൽ സയൻസ് അറിയാവുന്ന ഒരു ഉടരിപ്പുണ്ടല്ലോ എന്റെ ഈ കേൾവിക്കാരിൽ, അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ പിന്നെ അവളെങ്ങനെയാണ് കന്യകയാകുന്നത്? അപ്പോൾ അതാ പറഞ്ഞത്, ഇല്ലാത്ത കാര്യം ഒപ്പിച്ചു കൊടുക്കുവാനും മറിയയ്ക്ക് കിട്ടേണ്ടാത്ത അപദാനങ്ങൾ കൊടുക്കുവാനും ഒക്കെ അങ്ങനെ ആൾക്കാര് മെനക്കെട്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ യേശുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ മാറുകയാണ്, രക്ഷാപദ്ധതിയിൽ നിങ്ങൾ മാറുകയാണ്, ദൈവവചനത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മാറുന്നവരെ ദൈവം അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിന്റെ സത്യം തിരിച്ചറിഞ്ഞു വേണം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഉപദേശം സ്വീകരിച്ച് സത്യത്തിൽ ആണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. മറ്റൊരു പേരാണ് 28ാമത്തെ പേരാണ് സ്വർഗരാജ്ഞി, ക്യൂൻ ഓഫ് ഹെവൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ക്യൂൻ ഓഫ് ഹെവൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മുമ്പേ ഒരെണ്ണം ഞാൻ പറഞ്ഞല്ലോ, മാലാഖമാരുടെ രാജ്ഞി, എല്ലാ വിശുദ്ധരുടെയും രാജ്ഞി, ഇപ്പം നാണ്ടു കിടക്കുന്നു. അടുത്തൊരു പേരാണ് സ്വർഗരാജ്ഞി, ക്യൂൻ ഓഫ് ഹെവൻ. ഇനിയും ക്യൂൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന അതിന് നിങ്ങൾ മലയാളത്തിൽ വരുമ്പോൾ ആകാശരാജ്ഞി അല്ലെങ്കിൽ സ്വർഗരാജ്ഞി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായം 18-ാമത്തെ വാക്യം, 44-ാം അധ്യായം 17 മുതൽ 19 വരെ, 25-ാമത്തെ വാക്യം, ഇവിടെയൊക്കെ നിങ്ങൾ എത്തിയാൽ അവിടെ ആകാശരാജ്ഞിക്ക് അപ്പം ചുടുന്ന കാര്യം, മാവ് കുഴയ്ക്കുന്നു അപ്പം ചുടുന്നു എന്നൊക്കെ പറയുന്ന ഇത് അന്യദൈവ പൂജ നടക്കുന്ന സംവിധാനമാണ്. സിമിറാമേസ് എന്ന് പറയുന്ന അവളെ കുറിച്ചുള്ള ചിന്തകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി. ഞാൻ സെമിറാമേസിനെ കുറിച്ചൊക്കെ നിങ്ങളോട് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ജാതീയ അല്ലെങ്കിൽ വിജാതീയ ആരാധനയുടെ ഭാഗമായി ഇത് കൊണ്ടു നടക്കുമ്പോൾ എന്റെ കേൾവിക്കാരൊരു കാര്യം മനസ്സിലാക്കണം, ഇത് സത്യ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിനെതിരല്ലേ. ആകാശരാജ്ഞി ആണോ മറിയ? ആകാശരാജ്ഞി മറിയയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ആ ആകാശരാജ്ഞി അങ്ങ് ആരാധിച്ചാ പോരെ? ആ ആകാശരാജ്ഞി എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം, ഞാനത് യിരെമ്യാ പ്രവചനത്തില് ആ റഫറൻസ് ചെയ്യാൻ പറഞ്ഞത്, ഇത് സത്യദൈവ ആരാധനയല്ല, വിജാതീയ ആരാധനയാണ്. അപ്പോൾ വിജാതീയ ആരാധനയുടെ ഭാഗമായി മാറിയ അത് മറിയയ്ക്ക് അങ്ങനത്തെ ഒരു പേരുമൊക്കെ സ്ഥാപിച്ചു കൊടുത്ത് സ്വർഗരാജ്ഞി അല്ലെങ്കിൽ ആകാശരാജ്ഞി എന്ന് വിളിച്ച് മറിയെ കൊണ്ടു നടക്കുമ്പോൾ എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണം, ആരാധന പോകുന്ന സാത്താന്യം മൂർത്തിക്കാന്നറിയണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സത്യദൈവത്തിനല്ല ആരാധന പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്യദൈവ പൂജകളിലേക്ക് ജനങ്ങളെ പിടിച്ചുകൊണ്ടു പോകുവാൻ വേണ്ടി തത്രപ്പാട് നടത്തുന്ന ഒരു ഗ്രൂപ്പ്, എന്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, ഇത് വളരെ തെറ്റായ മാർഗമാണ്, ഇത് അംഗീകരിക്കാൻ ഒക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് എന്റെ കേൾവിക്കാരെ, നിങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ സത്യത്തിലും ആത്മാവിലും വിശുദ്ധ വേദപുസ്തകം പറയുന്ന പോലെ കർത്താവിനെ ആരാധിക്കുവാൻ ശ്രമിക്കണം. ഇനി 29ാമത്തെ പേര് കുടിയേറ്റക്കാരുടെ ആശ്വാസം. ഞാൻ എല്ലാത്തിനും വ്യാഖ്യാനം പറയുന്നില്ല. സൊളൈസ് ഓഫ് മൈഗ്രൻസ്. മറ്റൊരെണ്ണമാണ് 30ാമത്തെ പേര് രക്തസാക്ഷികളുടെ മാതാവ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, മദർ ഓഫ് മാർട്ടിയേഴ്സ്. അവര് പോലും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശമനുസരിച്ച് പുതിയ നിയമസഭയിൽ ജീവിച്ചിരുന്ന ധാരാളം പേരെ കൊന്നിട്ടുണ്ട്. ഈ അടുത്ത സമയങ്ങളിലും പലരും അതിന് വിധേയപ്പെടുകയാണ്. നിങ്ങൾ പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയാസോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നൈജീരിയ, നൈജർ, അതുപോലെ ഹോങ്കോ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒക്കെ ഒത്തിരി രക്തസാക്ഷികളാണ്. പാകിസ്ഥാൻ, അതുപോലെ ഇറാൻ,
ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ രക്തസാക്ഷികളാകുകയാണ്. ഇന്ത്യയിൽ പലരും രക്തസാക്ഷികളായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് രക്തസാക്ഷികളായി. അവരുടെ എല്ലാവരുടെയും മാതാവാണ് ഈ മറിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ, പുള്ളിക്കാരിക്ക് കോൺട്രാക്ട് കൊടുത്തേക്കുകയാണോ? മറിയ പോലും അറിയാത്ത കാര്യം കുറെ പേരുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാൾ ഇരുന്ന്, അല്ലെങ്കിൽ കുറച്ചുപേര് സംഘടിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒക്കെ പേരുകൾ ഉണ്ടാക്കി കൊടുത്താൽ മറിയ യെസ് നിങ്ങൾ പറഞ്ഞല്ല ഞാൻ അംഗീകരിച്ചു, ഞാൻ അത് തന്നെ എന്ന് പറയുവാൻ മറിയ പോലും ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ തെറ്റായ പദ്ധതികൾ നിങ്ങൾ അവസാനിപ്പിക്കണം. 31ാമത്തെ പേരാണ് കുമ്പസാരക്കാരുടെ രാജ്ഞി, ക്യൂൻ ഓഫ് കൺഫസേഴ്സ്. അപ്പോൾ ഈ കൺഫസേഴ്സ് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, കുമ്പസാരം എന്ന് പറയുന്നൊരു സംവിധാനം, പുരോഹിതന് മുൻപാകെ ചെന്ന് കുമ്പസരിക്കണം എന്ന് പറയുന്ന ഒരു തത്വം. കുമ്പസാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒത്തിരി സമയമെടുക്കും, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. കുമ്പസാരിക്കണം പുരോഹിതന് മുൻപിൽ എന്ന് വിശുദ്ധ വേദപുസ്തകം എവിടെയാണ് പറയുന്നത്? അതിനെവിടെയാണ് പുതിയ നിയമത്തിൽ തെളിവുള്ളത്? അപ്പോൾ ഇത് കൃത്രിമങ്ങൾ നടത്തി ബൈബിളിലെ വാക്യങ്ങൾ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് കൊണ്ടുപോയി പുരോഹിതന് മുൻപാകെ പാപങ്ങളേറ്റു പറയണം, കുമ്പസരിക്കണം, അതുപോലെ കുമ്പിടണം എന്നൊക്കെ പറയുന്ന ആ പദ്ധതികൾ ഒന്നും വിശുദ്ധ വേദപുസ്തകം അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് ഈ കുമ്പസാരക്കാരുടെ രാജ്ഞി എന്നൊക്കെ പറയുന്നത് വിശുദ്ധ വേദപുസ്തകം അംഗീകരിക്കുന്നില്ല. ഇനി 32ാമത്തെ പേരാണ് പ്രത്യാശയുടെ അമ്മ, മദർ ഓഫ് ഹോപ്പ്, വിശദീകരിക്കുന്നില്ല. അടുത്താണ് 33ാമത്തെ പേരാണ് രോഗികളുടെ ശക്തി, ഹെൽത്ത് ഓഫ് സിക്ക്. 34ാമത്തെ പേരാണ് അവർ ലേഡി ഓഫ് എന്ന് പറയുന്ന, പിന്നെ ലൊക്കേഷൻ അനുസരിച്ചാണ്, സ്ഥലം അനുസരിച്ച് പറയുകയാണ്. അതായത് പാറയിൽ മാതാവ്, അതുപോലെ വേളാങ്കണ്ണി മാതാവ്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മറിയ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ലൊക്കേഷൻ അനുസരിച്ചാണ് മറിയയുടെ പേരും മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ മറിയ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. മറിയ അറിഞ്ഞോ എന്നുള്ള സംശയമാണ്. മറിയയുടെ പേരിൽ ഉള്ള ചില കാര്യങ്ങളാണ് നടക്കുന്നത്. ഇത് സംഘടിപ്പിച്ചാൽ കാശ് വാങ്ങാം, ആൾക്കാരവിടെ ഒത്തിരി എത്തും, അവരുടെ കയ്യിൽ നിന്നുള്ള കാണിക്കകൾ ലഭിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തെറ്റായ ഒരു നടപടിയാണ്. ഇനി 35ാമത്തെ ഒരു പേരാണ് മഡോണ. ശ്രദ്ധിക്കണം, മഡോണ എന്ന പേര് നിങ്ങൾ കേൾക്കുമ്പോൾ അതിപ്പം മറിയയുടെ പേരാണ് അവന് കരുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഈ എപ്പിസോഡുകളുടെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മഡോണ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ സെമിറാമീസ് അല്ലെങ്കിൽ അർത്തമീസ്, അസ്തരോത്ത് എന്നൊക്കെ പല സ്ഥലങ്ങളിൽ വിളിപ്പേരുണ്ടായിരുന്ന അതിലെ മറ്റൊരു പേരാണ് മഡോണ എന്ന് പറയുന്നത്. അപ്പൊ മഡോണ എന്ന് പറയുന്നത് റോമാക്കാരും ഗ്രീക്കുകാരും ആരാധിച്ചിരുന്ന സ്ത്രീ ആരാധനാമൂർത്തിയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, അമ്മയും കുഞ്ഞുമായിട്ടിരിക്കുന്ന ആ ഒരു പടമോ അല്ലെങ്കിൽ ഒരു ബിംബമോ കാണുമ്പോൾ മറിയാന്നും യേശുവാന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിനെ വിളിക്കുന്ന മഡോണ ആൻഡ് ദ ചൈൽഡ് എന്നാണ്. നിങ്ങൾ ഇതിലെ നുഴയിച്ചു വെച്ചിരിക്കുന്ന ആ തിന്മകൾ നിങ്ങൾ അറിയണം. മഡോണ ഒരിക്കലും മറിയല്ല. അപ്പോൾ മഡോണ ആൻഡ് ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതെങ്ങനെയാണ് മറിയയും യേശുവാകുന്നത്? അത് സെമിറാമീസും അവളുടെ മകനായ തമ്മൂസുമാണ്. അപ്പോൾ മഡോണ എന്ന് പറയുന്നത് സെമിറാമീസിന്റെ മറ്റൊരു സ്ഥലത്തെ പേരാണ്. അപ്പോൾ ഇങ്ങനെ കൃത്രിപ്പുകൾ ധാരാളം വന്ന ഇതെല്ലാം മറിയയാണെന്നും ഒക്കെ ആൾക്കാരുടെ മനസ്സിൽ ഉള്ള ചിന്തകൾ ചേക്കേറിയിട്ടുണ്ട്. ഇനി മറ്റൊരെണ്ണമാണ് എല്ലാ കൃപയുടെയും മധ്യസ്ഥ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന എല്ലാ കൃപയുടെയും മധ്യസ്ഥ 2025 നവംബർ മാസം 1-ാം തീയതി ലിയോ 14 മാർപ്പാപ്പ നടത്തിയ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞത് യേശുവിനോടൊപ്പം സഹമധ്യസ്ഥയല്ല മറിയ. അപ്പൊ എന്റെ ചോദ്യം, എല്ലാ കൃപയുടെയും മധ്യസ്ഥ എന്ന് പറഞ്ഞ പേര് മാറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസ് എന്ന് പറഞ്ഞ പേര് മാറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞ ലിയോ 10 മാർപ്പാപ്പ പറഞ്ഞ കാര്യമൊക്കെ നല്ലതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സംഘത്തിലുള്ള അല്ലെങ്കിൽ കാത്തലിക് ചർച്ചുകളിലുള്ള അല്ലെങ്കിൽ കാത്തലിക്കിന്റെ വിവിധ വിഭാഗങ്ങളുണ്ടല്ലോ, അവരുൾപ്പെടെ ഇത് അംഗീകരിക്കുമോ? ഇല്ല. ഞങ്ങൾ പണ്ട് തൊട്ട് ഇത് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം കാത്തലിക് പ്രീസ്റ്റുകളും അതുപോലെ മറ്റുള്ളവരും ഒക്കെ, അതുപോലെ മറ്റ് ഇതര വിഭാഗങ്ങളുമൊക്കെ ഇതിനെ തടുക്കാൻ വേണ്ടി, അതായത് മാർപ്പാപ്പ പറഞ്ഞത് അങ്ങനല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടി, ഇല്ലാത്ത കാര്യം ഒപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മറിയ എങ്ങനെയാണ് എല്ലാ കൃപയുടെ മധ്യസ്ഥയാകുന്നത്? മറിയയ്ക്ക് തന്നെ കൃപ ലഭിച്ചു എന്നാണ്. അപ്പൊ പിന്നെ പുള്ളിക്കാരി എങ്ങനെയാണ് മറിയയ്ക്ക് കൃപ ലഭിച്ച അദ്ദേഹം അല്ലെങ്കിൽ ആ സ്ത്രീ എങ്ങനെയാണ് എല്ലാ കൃപയുടെ മധ്യസ്ഥയാകുന്നത്? ഹോൾസെയിൽ ആണോ പുള്ളിക്കാരി കൊടുക്കുന്നത്? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഇതെല്ലാം ആൾക്കാർ കണ്ടെത്തിയ കൃത്രിമ വ്യാഖ്യാനമാണ്, നിങ്ങൾ അറിയണം. ഇനി മറ്റൊരു പേരാണ് മദർ ഓഫ് ഇൻവയോലേറ്റ് എന്ന് പറഞ്ഞാൽ ദൂഷിതയല്ലാത്തമ്മ അല്ലെങ്കിൽ മദർ ഓഫ് അൺഡിഫൈൽഡ്.
ഒരു കുഴപ്പവുമില്ലാത്ത കാര്യം ജന്മപാപം പോലും ഇല്ലാതെ ഉണ്ടായി എന്നാണല്ലോ പഠിപ്പിക്കുന്നത്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ അവളെ ഗർഭത്തിലാകുമ്പോൾ തന്നെ അവൾ പാപമില്ലാതെയാണ് അമ്മയുടെ ഗർഭത്തിൽ ഉണ്ടായി നാം പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ഈ പേരുകളൊന്നും പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ അൺഡിഫൈൽഡ് അല്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു വിധത്തിലുമുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനെ പാപവുമായിട്ട് ഉള്ള ബന്ധത്തിൽ വരികയില്ല. കാര്യം പരിശുദ്ധിയായിട്ടാണല്ലോ അവൾ അവളുടെ അമ്മയുടെ ഗർഭത്തിൽ ഉണ്ടായത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കെട്ടുകഥയാണ്. ഇതിന് എവിടെയാണ് പരിശുദ്ധാത്മാവ് സാക്ഷി നിൽക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം എവിടെയാണ് സാക്ഷി നിൽക്കുന്നത്? മറ്റൊരു പേരാണ് ഏറ്റവും പ്രിയങ്കരിയായ അമ്മ, മദർ മോസ്റ്റ് അമിയബിൾ. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോയ പേരുകൾ ഇഷ്ടം പോലെയുണ്ട്. കോസ് ഓഫ് അവർ ജോയ്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷ കാരണം എന്നൊക്കെ പറയുന്ന ഒത്തിരി രസാവഹങ്ങളായ പേരുകളുണ്ട്. അപ്പോൾ ഞാനിപ്പം തന്നെ ഒരു 39 പേരുകൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇനിയും കുറെ പേരുകൾ ഇനി പുതിയതൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ പുതിയ പേരുകളൊക്കെ ഇങ്ങനെ സ്ഥാപിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്നും മറിയെ അംഗീകരിക്കത്തില്ലെന്നും അതുപോലെ ദൈവിക തൃത്വം ഇത് അംഗീകരിക്കത്തില്ല എന്നും നമ്മുടെ വിശ്വാസത്തിന്റെ മാർഗരേഖയായ വിശുദ്ധ ബൈബിൾ ഇത് അംഗീകരിക്കത്തില്ലെന്നും മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ഈ പറയുന്ന കൃത്രിമ പേരുകളെല്ലാം കൊടുത്ത് മറിയയ്ക്ക് അപദാനങ്ങൾ വാഴ്ത്തി, അതുപോലെ മറിയയ്ക്ക് ആരാധനയും മണക്കും അല്ലെങ്കിൽ ഹൈപ്പർഡൂലിയായോ ഒക്കെ കൊടുത്ത് വണക്കമൊക്കെ കൊടുത്തു പോകുമ്പോൾ അത് വിശുദ്ധ ബൈബിളിന്റെ ഉപദേശത്തിനെതിരല്ലേ? അപ്പോൾ വിശുദ്ധ ബൈബിളിന്റെ ഉപദേശത്തിന് എതിര് കാണിക്കുന്നവർ സ്വർഗത്തിൽ പോകുമോ? ഇല്ല എന്നുള്ളതല്ലേ സത്യം. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് സ്വീകരിച്ചുകൂടെ നടക്കുന്ന മാത്രമല്ല, വിശുദ്ധ ബൈബിളിന്റെ ഉപദേശം അനുസരിച്ച് നീങ്ങുവാൻ സർവശക്തനായ കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമക്കുത്തുന്നു. എല്ലാവരെയും സർവശക്തനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ.